ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നല്ല സിമ്പിളായിട്ടുള്ള ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ചിക്കൻ ബ്രെഡ് ഹാഫ് മൂണാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു പാനിലേക്ക് ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ബട്ടറിൽ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഫില്ലിങ്. ബട്ടർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് ബട്ടർ മെൽട്ടായി വരുന്ന സമയത്ത് 200 ഗ്രാം അളവിൽ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ബട്ടറിലൊന്ന് മിക്സാക്കി എടുക്കുക. ചിക്കൻ്റെ ആ ഒരു പിങ്ക് കളറൊക്കെ മാറി ഒന്ന് വൈറ്റ് കളറായി കിട്ടുന്നവരെ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ വൈറ്റ് കളർ ആയതിനു ശേഷം ഏകദേശം ഒരു 4-5 അല്ലി വെളുത്തുള്ളി നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ബട്ടറിൽ കിടത്തിയിട്ട് ചിക്കൻ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഇതാ ഈ ഒരു രീതിയിലാണ് ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെജീസ് ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ 1/4 കപ്പ് സവാള കട്ട് ചെയ്തതും, 1/4 കപ്പ് ക്യാപ്സിക്കം, 1/4 കപ്പ് ക്യാരറ്റ്, 1/4 കപ്പ് തക്കാളി. തക്കാളിയുടെ ആ ഒരു കുരുവും വെള്ളവും വരുന്ന പോർഷൻ ഇല്ലേ, അതങ്ങ് ഒഴിവാക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ചെറിയ രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് ഓവർ സോഫ്റ്റായി വഴയൊന്നും വേണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മാത്രം മതി. അതുപോലെ തന്നെ ഇതിലേതെങ്കിലും വെജീസ് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുകയും ചെയ്യട്ടെ. പക്ഷേ എല്ലാം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഇതാ ഈ ഒരു രീതിയിൽ ഒന്നങ്ങ് വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കട്ടെ. അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടിക്കോട്ടെ. ഇതുപോലെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കും. പാലൊന്ന് ചൂടായി കിട്ടുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നല്ലപോലെ തിക്കായിട്ട് നമുക്കൊരു ക്രീമി ഫില്ലിംഗ് ആയിട്ട് കിട്ടും കേട്ടോ. ഒന്ന് നല്ലപോലെ ഒന്ന് പാല് ചൂടായി തിളച്ച് വന്നോട്ടെ. ഇത്രയേ ഉള്ളൂ. അത്യാവശ്യം തിക്കായി വരുന്ന സമയത്ത് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല ക്രീമി ഫില്ലിംഗ് ആണ്, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫില്ലിംഗ് ആണ്. എരിവോ ഉപ്പോ നോക്കിയിട്ട് കുരുമുളക് പൊടിയേറ്റം വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ഈ ഒരു ബൗളിലേക്ക് ഒരു മുട്ടയിലേക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതും കൂടി റെഡിയാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബൗളിൽ ഇതാ ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഹാഫ് മൂൺ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ബ്രെഡ് സ്ലൈസസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് പരത്താൻ പറ്റണമെന്നില്ല എന്നുണ്ടെങ്കിൽ സ്റ്റീം ചെയ്തെടുത്താലും മതി. ഏകദേശം 2 മിനിറ്റ് 1-2 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മാത്രം മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് പരത്തിയെടുക്കുന്നുണ്ട്. പരത്തിയെടുത്തതിന് ശേഷം നമ്മുടെ ഫില്ലിങ് 1-1.5 സ്പൂണോ എത്രയാണോ നിങ്ങളുടെ ബ്രെഡിൻ്റെ വലുപ്പത്തിനനുസരിച്ച് കുറച്ചൊരു സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ബൗളിൽ ഞാൻ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബ്രെഡിൻ്റെ ഈ ഒരു സൈഡിലേക്കായിട്ട് അവിടെ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം കൊണ്ട് തന്നെ ഒട്ടിക്കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഇതുപോലെ ഒരു കോണാക്കിയിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ കുക്കി കട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് കട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഗ്ലാസ്സില്ലേ വെള്ളം കുടിക്കുന്നത്, ആ ഒരു ഗ്ലാസ് വെച്ചിട്ടും കട്ട് ചെയ്യായിട്ട് ഇതുപോലെ ഒന്ന് ഒരു മൂണ്ട് ഹാഫ് മൂണ്ട് ഷേപ്പായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഇതാ ഈ ഒരു ഇതിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സിമ്പിളല്ല ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നിക്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ആദ്യം തന്നെ റൗണ്ട് ഷേപ്പിൽ ഗ്ലാസ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ ഫില്ലിങ് നിറച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ ഫോൾഡ് ചെയ്തെടുത്താലും മതി. ഏതാണ് സിമ്പിൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തെടുത്താൽ മതി. ബാക്കിയുള്ളത് മൊത്തത്തിൽ ഈ ഒരു രീതി ചെയ്യുക. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. നമ്മൾ റെഡിയാക്കി വെച്ചില്ല മുട്ടയുടെ മിക്സില്ല അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ദ ബ്രെഡ് ക്രംസിലും കൂടി നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രയും പരിപാടികൾ. എന്നിട്ട് ഇതുപോലെ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഈ ഒരു അടിഭാഗത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം ഹാഫ് മൂണ്ട് ഒരു ഷേപ്പായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബ്രെഡ് കൊണ്ട് ചെയ്യുമ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല, എന്നാലും മാക്സിമം ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇതാ ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. 1-2 ഇട്ടിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൻ്റെ ഇടയിലായിട്ട് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാട് ഫ്ലെയിം കുറച്ച് വെക്കുമ്പോഴാണ് ബ്രെഡ് സ്നാക്കിന് എണ്ണ കുടിക്കാം. ഫ്ലെയിം കൂട്ടി വെക്കുമ്പോൾ അത്രയ്ക്ക് എണ്ണയൊന്നും കുടിക്കില്ല. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഈ ഒരു കളറാകുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റായിട്ട് ഈ ഒരു ഫില്ലിങ്ങും കൂടി വെച്ച് കഴിക്കുമ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇതാ മൊത്തത്തിൽ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു അളവിലൊരു 15 സ്നാക്കാണ് കിട്ടിയിട്ടുണ്ടായത്. അപ്പോൾ നോമ്പിന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയില്ല. ഒരു അടിപൊളി സിമ്പിളായിട്ട് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവും തന്നെ വിചാരിക്കുന്നുണ്ട്. നല്ല ക്രീമി ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ചിക്കൻ ഹാഫ് മൂൺ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒരു സ്മൈലിംഗ് ഒന്ന് കമൻ്റ് ആയിട്ട് ഇടാനും മറക്കല്ലേ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്